മഗ്ഫിറത്ത് ചോദിക്കാനുള്ള അവസരമുള്ളൂ അല്ലെങ്കിൽ അവകാശമുള്ളൂ. അതും കഴിഞ്ഞ് എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനൊരു ഇത്തുക്കും മിനന്നാർ നരകമോചനത്തിന്റെ പത്ത് വെച്ചത്? വേറെ എത്ര വിഷയങ്ങളുണ്ട്. പക്ഷേ നരകമോചനം എന്ന വന്നു നമ്മൾ ആ അർത്ഥത്തിൽ അതിനെ എത്രത്തോളം മനസ്സിലാക്കിയെന്നുള്ളതാണ്. നരകം എന്താണ്? നരകം എവിടെയാണ്? നരകം എത്രത്തോളം നമുക്ക് നരകത്തെ ഉണർന്നവർക്ക് നരകത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്? നരകത്തെ കുറിച്ച് നമ്മൾ എത്ര പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്? എത്രത്തോളമാണ് നാം അതിന്റെ ഭയാനകത മനസ്സിലാക്കിയത്? ചിലപ്പോൾ ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, ഖബറിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാകാം. പക്ഷേ നരകത്തെ കുറിച്ചും നരകത്തിലുള്ള അദാബിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പോലും ഖബറിൽ നിന്ന് രക്ഷ തേടുമ്പോൾ അതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നരകത്തിൽ നിന്നും രക്ഷ തേടാറുണ്ടല്ലോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ സിറാഖി നഅലിഹി. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറുണ്ടല്ലോ, നമ്മളുടെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറ് നമ്മളോട് എത്ര അടുത്തിരിക്കുന്നു, അതിനേക്കാൾ നമ്മളോട് സ്വർഗ്ഗം അടുത്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും സ്വർഗ്ഗത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വന്നാറു കദാലിക, ഇപ്രകാരം തന്നെ നടന്നവും നമ്മുടെ ചെരുപ്പിന്റെ വാറ് പോലെ നമ്മളോട് അടുത്തിരിക്കുകയാണ്. രണ്ടും ഒരുപോലെയാണ്. നരകം വിദൂരമല്ല എന്നല്ല, സ്വർഗ്ഗം ഇങ്ങനെ എത്രക്ക് അടുത്താണോ ആ സ്വർഗ്ഗം എത്ര നമ്മൾ ആഗ്രഹിക്കുന്നു, ആ സ്വർഗ്ഗത്തിൽ എത്ര നമ്മൾ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ കൂടുതലായി നരകത്തിൽ നിന്ന് നമ്മൾ മോചനവും നേടാനും ആ നരകത്തെ തൊട്ട് കാവലം നേടാനും കഴിയണം. നമ്മുടെ ഖുതുബയിലോതിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ. ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ശിക്ഷ എന്താണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാ തബിഅ ബി ജന്നതിഹി അഹദുൻ, ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ആഗ്രഹം ഉണ്ടാവില്ല. അല്ലാഹ് എത്രയാണ് നമുക്ക് ശിക്ഷ വെച്ചിട്ടുള്ളത്, നരകത്തിൽ നമ്മൾ എത്രയാണ് പോകാനുള്ളതായി ഇരുന്നിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗം ചോദിക്കുന്നതിനേക്കാൾ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ വലൗ യഅലമുൽ കാഫിറു, ഒരു അവിശ്വാസി മനസ്സിലാക്കുകയാണെങ്കിൽ മാ ഇൻദല്ലാഹി മിനർ റഹ്മ,
നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ നരകത്തിന്റെ രൂപം ഒന്ന് കടന്നു വരട്ടെ. അന്നേ ദിവസം നരകത്തെ നാം മനുഷ്യരിലേക്ക് കൊണ്ടുവരികയാണ്. ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസരത്തിൽ നരകത്തെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ആ നരകത്തെ കൊണ്ടുവരുന്നത് എന്നറിയുമോ? 70,000 ചങ്ങലകളിട്ട് കൊണ്ടാണ് കൊണ്ടുവരുന്നത്. 70,000 ചങ്ങലകളിട്ട് ആ തട്ടനുസരിച്ച് വരുന്ന രൂപമായിട്ടാണ് ആ നരകം വരുന്നത്. ഓരോ ചങ്ങലകളും 70,000 മലക്കുകൾ പിടിച്ചിട്ടുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം എന്തെന്നറിയുമോ? ആദം നബി മുതൽ അവസാനം വരെ മരിച്ച മനുഷ്യരെല്ലാം മഹ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരാളുടെ മുന്നിലേക്ക് ഒരു ഇലയോ ഒരു പ്ലാവിന്റെ ഇല, ഒരു മാവിന്റെ ഇലയോ പ്ലാവിന്റെ ഇലയോ ഇങ്ങനെ കാണിച്ചാൽ അതിന്റെ കയറിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ അതിന് കിട്ടാൻ വേണ്ടി എത്ര ആഗ്രഹത്തോടുകൂടി അതിലേക്ക് കുതിച്ചു നിൽക്കുമോ എന്നതുപോലെ മനുഷ്യരിങ്ങനെ കൂട്ടമായി നിൽക്കുമ്പോൾ ആ തട്ടഹസിച്ച് നരകം ചെല്ലുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ നരകത്തെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. വജീഅ യൗമഇദിൻ ബിജഹന്നം. നരകത്തെ കൊണ്ടുപോയി നിർത്തുകയാണ്. നരകത്തിന്റെ ഭയാനകത അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരിക്കൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദം എന്നറിയുമോ സഹാബ? എന്താണ് ആ ശബ്ദം എന്നറിയുമോ സഹാബ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. പ്രവാചകൻ പറഞ്ഞു, അത് നരകത്തിലേക്ക് ഒരു കല്ല് വലിച്ചെറിയപ്പെട്ടതാണ്. ഒരു കല്ല് വലിച്ചെറിയപ്പെട്ടതാണ്. 70 വർഷം മുമ്പാണ് അഭിപ്രായമനുസരിച്ച് ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിയത് ഇപ്പോഴാണ്. 70 വർഷം മുമ്പ് എറിയപ്പെട്ടതാണ്. ആ കല്ല് ഇപ്പോഴാണ് നരകത്തിലേക്ക് അടിത്തട്ടിലെത്തിയതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ നരകത്തിലേക്കാണ് നമ്മൾ വലിച്ചെറിയാൻ പോകുന്നത്. അവിടെ കത്തിക്കപ്പെടുന്നത് വിറകുകളല്ല കേട്ടോ. അവിടെ കത്തിക്കപ്പെടുന്നത് വിറകുകളല്ല, കത്തിക്കപ്പെടുന്നത് അന്നാസു മനുഷ്യരാണ്. ഇത് ആരെങ്കിലും പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതല്ല. അതിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു മനുഷ്യരാണ് കേട്ടോ. കല്ലുകളുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മളെ കെട്ട് കത്തിച്ചാൽ ഇവിടെ നമുക്കിരിക്കാൻ കഴിയുന്നില്ലല്ലോ. ചൂടൊന്ന് 34 ഡിഗ്രി ആയപ്പോൾ നമ്മൾ വേർപെടുന്നു എങ്കിൽ, നമ്മൾ വല്ലാതെ വിയർന്നു പോകുന്നു എങ്കിൽ, നമുക്ക് ചെയ്യാൻ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഈ ഭൂമിയിലെ ചൂടെന്ന് പറയുന്നത് പോലും എത്രയോ നിസ്സാരമാണ്, എത്രയോ നിസ്സാരമാണ്. ആ നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിട്ടാൽ, ആ നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിട്ടാൽ എത്ര ഭയാനകരമായിരിക്കും എന്റെ സഹോദരന്മാരെ. ചോദ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിടുമ്പോൾ അവിടെ മനുഷ്യന് വല്ലാത്തൊരു ചോദ്യമുണ്ട്. ആ വല്ലാത്ത ചോദ്യം എന്താണെന്നറിയുമോ? കാലല്ലദീന ഫിന്നാർ. നരകത്തിലുള്ള ആളുകൾ ചോദിക്കുകയാണ്, ലിഹസനത്തി ജഹന്നം. ഖുർആൻ പറയുകയാണ്, ലിഹസനത്തി ജഹന്നം. നരകം കാക്കുന്ന മലക്കാകുന്ന മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാഥനെ ഒന്ന് വിളിക്കുമോ, അല്ലാഹനെ ഒന്ന് വിളിക്കുമോ? യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്. ഒരു ദിവസം യുഖഫിഫു അന്നാ, ഒരു ദിവസം യൗമൻ മിനൽ അദാബ്. ഒരു ദിവസം ഈ അദാബ് ഒന്ന് ചുരുക്കി തരാൻ ഒരുപാട് ദിവസം വേണ്ട, ഒരു ദിവസം മതി. ഒരു ദിവസത്തേക്കെങ്കിലും ഞങ്ങൾക്ക് ഈ അദാബ് ഒന്ന് ചുരുക്കി തരാമോ എന്ന് ഞങ്ങളുടെ നാഥനോടൊന്ന് ചോദിക്കുമോ ഭഗവാനേ എന്ന് ചോദിക്കുകയാണ് നരകത്തിന്റെ ആളുകൾ. മലക്കുകൾ പറയുന്ന അവരുടെ
സ്വലാത്ത് ചൊല്ലപ്പെടുന്നവരുണ്ടല്ലോ അല്ലാഹ്, ഒഴിവാക്കപ്പെടുന്നവരുണ്ടല്ലോ അല്ലാഹ്. ഇജ്അൽനാ മിൻ മുതഖാരിബ വതുലഖാരിബ വബുലസാരിബ വഉമനാരിബ മിനന്നാർ. അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന, അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്നാണ് 20 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇമാം തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇഖ്ലാസില്ലാതെ ആമീൻ പിടിക്കുന്നത് ഇതിനാണ്. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യൂ, ഈ 10 ദിവസം നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങളുടെ കണ്ണീരുകൾ ഒലിച്ചു വരേണ്ടതുണ്ട്, നിങ്ങളുടെ കണ്ണീരുകൾ ഒലിച്ചു വരട്ടെ. കാരണം എന്തെന്നറിയുമോ, ഒരു കണ്ണീര് ഒഴുക്കാനുള്ളതാണ് മനുഷ്യൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകക്കാരുടെ കണ്ണീരിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരിങ്ങനെ കരയുകയാണ്, അവരിങ്ങനെ നരകത്തിൽ കരയുകയാണ്. ഒരിക്കൽ വെള്ളം കിട്ടാനില്ല, ഒരു ദിവസം പോലും അതാവിനൊരു കുറവുമില്ലാത്തപ്പോൾ അവനിങ്ങനെ കരഞ്ഞിട്ട് അവരുടെ കണ്ണുനീരുകൾ വറ്റിപ്പോകുന്നതാണ്. കണ്ണുനീരുകൾ വറ്റിപ്പോയിട്ട് പിന്നെ അവർ കരയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് രക്തമാണ് ഒഴുകി വരിക. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്നാലോചിച്ച് നോക്കിയേ, പറയുന്നത് അള്ളയാണ്, ഏതെങ്കിലും കിതാബുകളിൽ നിന്നല്ല, പറയുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു സത്യവിശ്വാസിക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ഒരു സംഘടനകൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ഒരു അപാകര വിവാദങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഖുർആൻ പറഞ്ഞത് സത്യമാണെന്ന വിഷയത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ പുലരുന്നതിൽ ഒരു സത്യവിശ്വാസിക്ക് സംശയമില്ലെങ്കിൽ നമ്മൾ കരയേണ്ടി വരുന്നത് നാളെ നരകത്തിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് നമ്മൾ കരയേണ്ടി വരുന്നത് രക്തമായിരിക്കും ചാലും കൊള്ളുക. എപ്പോഴെയാണെന്നറിയുമോ, അവരുടെ ആ മുഖത്തുണ്ടല്ലോ ആ രക്തം ഇങ്ങനെ ഒഴുകിയിട്ട്, ആദ്യം കണ്ണുനീരിലൊഴുകിയിട്ട്, പിന്നെ രക്തം ഇങ്ങനെ ഒഴുകിയിട്ട് അവരുടെ ആ രക്തവും കണ്ണുനീരും ഒഴുകിയ ഭാഗത്ത് ചാലുണ്ടാകും. അതിലേക്കൊരു കപ്പൽ കൊണ്ടുപോരപ്പെട്ടാൽ ആ കപ്പലത്തിൽ കൂടെ സഞ്ചരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അതിലൂടെ കപ്പൽ സഞ്ചരിക്കാൻ വരുന്ന രീതി അവരുടെ മുഖത്ത് ചാലുകളായി തീരും. കരഞ്ഞിട്ട് അത്രക്ക് വലിയ കരച്ചിലായിരിക്കും, അത്രക്ക് വലിയ കരച്ചിലായിരിക്കും. എന്തെങ്കിലും ഇത് തീരുമോ, എന്തെങ്കിലും കത്തിത്തീരുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുറച്ച് പെട്രോൾ എടുത്ത് ശരീരത്തിലേക്ക് ഒഴിച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ അവൻ മരണപ്പെട്ടു പോകാം. അല്ലെ, അവന് വേദനാ സംഹാരികൾ കൊടുത്താൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ നീങ്ങാം. എന്നാൽ മനുഷ്യന്റെ ശരീരം അവനിങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടപ്പെട്ടാൽ ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ തസ്ലീഹിം നാറാ കുല്ലമാ നദജത് ജുലൂദുഹും. അവരുടെ ആ ശരീരത്തിന്റെ തൊലികൾ ഇങ്ങനെ വെന്തുരുകി പോകുമ്പോൾ, അത് കത്തിക്കരിഞ്ഞു പോകുമ്പോൾ
പ്രവേശിക്കാൻ പറയുകയാണ്. സ്വർഗത്തിൽ ഒരാൾ മാത്രം പോകണ്ട, ബാക്കി മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നു. ആ സ്വർഗത്തിൽ കടക്കണ്ട എന്ന് പറയുന്ന ഒരാൾ ഞാനാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ബാക്കി മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടക്കുമ്പോൾ ഒരാൾ കടക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞാനാകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് ഉമറുൽ ഫാറൂഖ്. ഇനി ഒരാൾ വിളിച്ചു പറയുകയാണ്, എല്ലാവരും നരകത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ റജുലൻ വാഹിദ, ഒരാളൊഴിച്ച് മുഴുവൻ ആളുകളും നരകത്തിലാണ്, ഒരാൾ മാത്രമേ സ്വർഗത്തിലെങ്കിൽ ആ ഒരാൾ ഞാനാകണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. ജീവിതം അങ്ങനെയാണ്. ബൈനൽ ഖൗഫി വറജാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വേണം, അല്ലാഹുവിന്റെ ശിക്ഷയിലും പ്രതീക്ഷ പേടിയും വേണം. അങ്ങനെയായിരിക്കണം ഒരു യുദ്ധത്തിൽ വിശ്വാസി പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ 30 ദിവസവും ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇഖ്ലാസ് കുറഞ്ഞവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ദുആകളോരോന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലുള്ള പ്രാർത്ഥനകളാണ്. നമ്മൾ ഇന്നും 30 ദിവസം ചെയ്യുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി നസ്അലുക ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുകയാണ്.